ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ ഫസ്റ്റ് യൂണിറ്റായ കനകച്ചിലങ്കയിലെ മാനത്തെ കാഴ്ചകൾ എന്ന കവിതാഭാഗമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലെ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരു ചേരാ കായലേതെന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുന്നതേ ഉള്ളൂ. കൂട്ടുകാരെന്ത് ചെയ്യുക? കവിത നന്നായി ഈണത്തിൽ ചൊല്ലി നോക്കുക. ഓക്കെ, നോക്കാം. നീലക്കായലിളകും മഞ്ചിയിൽ ആളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേരൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം ദൂരെ കായൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടു കിട്ടാത്തീ കനലേരൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം പ്രഭാവർമ്മയുടെ ഏതാണ് മാനത്തെ കാഴ്ചകൾ എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളതല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കിയാലോ. കൂട്ടുകാർക്ക് മനസ്സിലായ കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കൂ. അനന്തമായി പരന്നു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആ നീലക്കായലിൽ ഒഴുകുന്ന തിരകളാണ് ആര്? മേഘങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ. അവിടെ നീരില്ല നിലയില്ല, അതായത് വെള്ളമില്ല അടിത്തട്ടില്ല. ആ നീലക്കായൽ ഇളകും വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു. നെക്സ്റ്റ് വരികളിലെ ആശയമാണ് പറയുന്നത്. നീലക്കായലിളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. ഇതിൻ്റെ ആശയം എന്താണ്? യെസ്, ആ നീലക്കായലിളകും വഞ്ചി പോലെ ആരെ കാണുന്നു? ചന്ദ്രക്കല കാണുന്നു. ആരും സഞ്ചരിക്കാത്ത ആളില്ലാ വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു. നീലാകാശത്തിൻ്റെ നീലിമയിൽ തെന്നി നീങ്ങുന്ന ചന്ദ്രക്കലയെ ആളില്ല തോണിയായി കവി വർണ്ണിച്ചിരിക്കുന്ന കൽപ്പന എന്താണ്? അതിമനോഹരമാണ്. അടുത്ത വരികൾ നോക്കാം. ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടു കിട്ടാത്തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കും കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. ഈ വരികളിൽ എന്താ പറയുന്നത്? നീലക്കായലിൽ എരിയും കൈവിളക്കുമായി കത്തി എരിഞ്ഞ് പ്രഭ ചൊരിയുന്ന സ്വർണ്ണ നിറമുള്ള നക്ഷത്രത്തെ കവി കാണുന്നു. തീയും പുകയുമില്ലാത്ത ചൂടില്ലാത്ത തീക്കനലേത് മന്ദാരപ്പൂവേ എന്ന ചോദ്യത്തിന് കൈവിളക്ക് കണക്കെ പ്രഭ ചൊരിയും ആകാശ താരകമാണെന്ന് കൽപ്പന ഹൃദ്യമാണ്. ആകാശത്തെ നീലക്കായലായും അമ്പിളിക്കലയെ അതിൽ നീന്തും തോണിയായും കത്തിയെരിഞ്ഞ് പ്രഭ ചൊരിയും നക്ഷത്രത്തെ കൈവിളക്കായും സങ്കല്പിച്ച് കാവ്യഭാവന എന്താണ്? അതിമനോഹരമാണല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കവിതയുടെ ആശയം ഇതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. കവിതാഭാഗം കൂട്ടുകാർ നന്നായി മനസ്സിലാക്കിയല്ലോ. ഇനി ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ഓക്കെ, നോക്കൂ. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേർച്ചയുണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം പരന്നു കിടക്കുകയാണ്. ആകാശവും എന്താണ്? ഇതുപോലെ നീല നിറത്തിൽ അനന്തമായി പരന്നു കിടക്കുന്നു. എന്താണ് ഉത്തരം എഴുതേണ്ടത്? കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം പരന്നു കിടക്കുകയാണ്. ആകാശവും ഇതുപോലെ നീല നിറത്തിൽ അനന്തമായി പരന്നു കിടക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും കാരണം? അതെന്താണ്? നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന നീലാകാശത്തുകൂടി അമ്പിളിക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണെന്ന് പറയുന്നത്. അമ്പിളിക്കലയ്ക്ക് എന്തിൻ്റെ ആകൃതിയാണ് കൂട്ടുകാരെ? തോണിയുടെ ആകൃതിയാണ്. അപ്പം ആൻസർ എങ്ങനെ എഴുതാം? നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന നീലാകാശത്തുകൂടി അമ്പിളിക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണെന്ന് പറയുന്നത്. അമ്പിളിക്കലയ്ക്ക് തോണിയുടെ ആകൃതിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ. നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
തേച്ച ചുമരിന്മേൽ വിരിഞ്ഞു വരുന്ന പൂക്കൾ. എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണീട്ടും തീരുന്നില്ല. കാലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ. അവയുടെ ഉത്തരം കണ്ടെത്താനായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ. മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുതകൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്, എന്തൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ. കൂട്ടുകാരൻ ശ്രദ്ധിച്ച് നോക്കി. ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്? തെങ്ങുണ്ട്, തീവണ്ടിയുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്ന വസ്തുക്കളെ കുറിച്ച് കൂട്ടുകാർ എന്ത് ചെയ്യണം? അതുപോലെ ദൃശ്യങ്ങളും അടിസ്ഥാനമാക്കി എന്ത് ചെയ്യണം? കടങ്കഥകൾ നിർമ്മിക്കണം. നമുക്ക് 2-3 മാതൃകകൾ നോക്കാം. ഓട്ടോറിക്ഷയെക്കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? മൂളും വണ്ടി, മുച്ചക്ര വണ്ടി. ഉത്തരം ഓട്ടോറിക്ഷയല്ലേ. ദെൻ തെങ്ങിനെക്കുറിച്ച് എഴുതാം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. അടുത്തത് തീവണ്ടിയാണ്. മണിയടിച്ചാൽ മലമ്പാമ്പ് ഓടും. മണിയടിച്ചാൽ മലമ്പാമ്പ് ഓടും. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ചിത്രം അടിസ്ഥാനമാക്കി ഇതുപോലെ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തുക. then എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കൂ. കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണം? അതെ, ചെറിയ ചോദ്യങ്ങളായിരിക്കുമല്ലേ. കടങ്കഥ എന്ന് പറയുമ്പോൾ എന്താണ്? വലിയൊരു എസ്സേ പോലെ ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ ചോദ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വേണം? ചെറിയ ചോദ്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഗൂഢമായ അർത്ഥമുണ്ടായിരിക്കും. അതുപോലെ ഉത്തരം ഒളിപ്പിച്ചു വെച്ച് പറയുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പം എന്തൊക്കെയാണ്? ചെറിയ ചോദ്യങ്ങളായിരിക്കും, ഗൂഢമായ അർത്ഥങ്ങളുണ്ടായിരിക്കും, ഉത്തരം ഒളിപ്പിച്ചു വെച്ച് പറയുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരം പ്രത്യേകതകളൊക്കെ കടങ്കഥകൾക്ക് ഉണ്ടാവുമല്ലേ. അപ്പം കൂട്ടുകാരെ, ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കവിതയുടെ ആശയവും നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.